നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിഗൂഢതകൾ എന്നും മനുഷ്യന് കൗതുകമുള്ള ഒന്നാണ്. യക്ഷിക്കഥകളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഒരു കെട്ടിടം ഇതാ സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. റാസൽ ഖൈമയിലെ നിഗൂഢതയുടെ കെട്ടിടമെന്ന ഖ്യാതിയുള്ള ബഹുനില കെട്ടിടത്തിന്റെ ഉൾവഴികൾ വ്യാഴം മുതൽ സന്ദർശകർക്ക് അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. റാസൽ ഖൈമയിലെ തല ഉയർത്തി നിൽക്കുന്ന ഈ മനോഹര സമുച്ചയത്തിന്റെ വാതിലുകൾ ജനങ്ങൾക്കായി തുറന്നിടുകയാണ്. എമിറേറ്റിലെ അൽ ദായത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കെട്ടിടം 1985 ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസുമിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 4 നിലകളുള്ള ഇതിനു മുകളിൽ നിന്ന് നോക്കിയാൽ റാസൽ ഖൈമയിലെ ഒട്ടുമിക്ക മേഖലകളും ദൃഷ്ടിപഥത്തിൽ പതിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പണ്ട് പൂന്തോട്ടങ്ങളും തടാകങ്ങളും ഈ ഗോപുര പരിസരത്തിന്റെ മാറ്റ് കൂട്ടിയിരുന്നു. പഴമയുടെ പ്രൗഢി തുളുമ്പുന്ന വാസ്തുശില്പകലയുടെ കലവറയാണ് കെട്ടിടത്തിന്റെ മറ്റൊരു മഹിമയായി കണക്കാക്കുന്നത്. 4 നിലകളുള്ള സമുച്ചയത്തിൽ മുറികളുമുണ്ട്. ഏറ്റവും മുകളിലെ സ്ഫടിക താഴികക്കുടത്തിൽ പതിക്കുന്ന പ്രകാശം താഴെ നിലയിൽ പ്രഭയായി പ്രതിഫലിക്കുന്നത് ഹൃദ്യമായ കാഴ്ചയാണ് സന്ദർശകർക്ക് ഒരുക്കുന്നത്. തൊട്ടടുത്തുള്ള മറ്റു 2 താഴികക്കുടങ്ങളും കെട്ടിടത്തെ അഴകിലും അതിശയത്തിലും ആഴ്ത്തുന്നു. സംഭ്രമിപ്പിക്കുന്ന യക്ഷിക്കഥകളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഈ കെട്ടിടത്തിന്റെ സന്ദർശനം. ഇരുമ്പ് താഴികളുള്ള മുറികളിലൂടെ കയറി ഇറങ്ങുന്നവർക്ക് അതൊരു നവ്യാനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക. മക്കയിലെ ഹറമയിൽ പതിച്ച പോലുള്ള അപൂർവ ഇനം മാർബിളുകൾ കൊണ്ടാണ് നിലം നൈർമല്യമാക്കിയിട്ടുള്ളത്. മുറികളിൽ കാത്തുകിടക്കുന്ന മാർബിൾ പ്രതിമകൾ സന്ദർശകന്റെ ഭയത്തെയും ഭാവനയെയും ഒരുപോലെ തൊട്ടുണർത്താൻ ശക്തിയുള്ളതാണ്. ഇസ്ലാമിക്, മൊറോക്കൻ, പേർഷ്യൻ, ഇന്ത്യൻ വാസ്തുവിദ്യാ സൗന്ദര്യത്തെ സംയോജിപ്പിച്ചാണ് ഈ അതിശയ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ബെൽജിയം, ഫ്രാൻസ് രാജ്യങ്ങളിൽ നിന്നാണ് 4 വർണ്ണങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ഫടികങ്ങൾ കൊണ്ടുവന്നത്. കൂടാതെ കെട്ടിടത്തിന്റെ കൊത്തുപണികൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. മിനുക്കുപണികൾ പൂർത്തിയാക്കിയാണ് ഇത് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതെന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 1ാം ഘട്ട ജോലികളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. റെസ്റ്റോറന്റുകൾ, സാഹസികത മുറ്റി നിൽക്കുന്ന വിനോദ ഉല്ലാസ ഇടങ്ങൾ എന്നിവ കൂടി കെട്ടിടത്തിന്റെ പരിസരത്ത് ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും പുതുമയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇതോടെ റാസൽ ഖൈമയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നിഗൂഢ കെട്ടിടം സന്ദർശിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലോകത്തിന് കൈവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.